തിരുവനന്തപുരം നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ പ്രതികളെ 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കേസിലെ മുഖ്യപ്രതി അഷ്കറിനെയും കുഞ്ഞിന്റെ അമ്മ അഖിലയെയുമാണ് നെടുമങ്ങാട് ഡിവൈഎസ്പി കസ്റ്റഡിയിലെടുത്തത്. നെടുമങ്ങാട് SC/ST കോടതിയാണ് പോലീസിന്റെ അപേക്ഷ പരിഗണിച്ചത്. മുഖ്യപ്രതി അഷ്കറിനെതിരെ കൊലക്കുറ്റം, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം, SC/ST അതിക്രമ നിരോധന നിയമം തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. കുറ്റകൃത്യത്തിന് ഒത്താശയത്തിനും പ്രേരണാകുറ്റത്തിനും അമ്മ അഖിലയ്ക്കെതിരെയും വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നു. അരുൺ, എന്തായാലും ഏറെ ഞെട്ടിപ്പിച്ചൊരു സംഭവമായിരുന്നു ആ കുഞ്ഞിൻ്റെ കൊലപാതകം. ഇന്നും ആ കുട്ടിയുടെ ആ 1.5 വയസ്സുകാരൻ്റെ മുഖം കാണുമ്പോൾ അതിൻ്റെ ആ ദൃശ്യങ്ങൾ പോലും നമ്മളെ അങ്ങ് വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. ഈ പോലീസിനെ സംബന്ധിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും കുറേ കാര്യങ്ങൾ കണ്ടെത്തണം. എത്ര നാളായി കുഞ്ഞിനെ അവർ ഉപദ്രവിച്ചിട്ടുണ്ട്? കൊലപ്പെടുത്തുക എന്നൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ആ കുഞ്ഞിൻ്റെ കൈ ഒടിഞ്ഞത് എങ്ങനെയാണ്? അതോടൊപ്പം അമ്മയ്ക്ക് ഈ കേസിൽ എത്രത്തോളം പങ്കുണ്ട്? അതായത് ഈ കൊലപാതകത്തിൽ അമ്മയുടെ അറിവുണ്ടായിരുന്നോ, അമ്മയുടെ ഒത്താശ ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ അറിയണം. ഈ 2 ദിവസത്തെ ഈ കസ്റ്റഡി കാലയളവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതികളിൽ നിന്നും പോലീസ് ചോദിച്ചറിയുക? ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു. അതിലെ മുഖ്യ പ്രതികളായ അമ്മയുടെ സുഹൃത്തിനെയും ഒപ്പം അമ്മയുമാണ് കോടതി പോലീസിന് വിട്ടുകൊടുത്തത്. നെടുമങ്ങാട് DYSPക്കാണ് ഈ പറയുന്ന 2 പേരെയും 2 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയെ തുടർന്ന് വിട്ടു നൽകിയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി കാര്യങ്ങൾ ഈ പറയുന്ന മുഖ്യപ്രതിയായ അഷ്കറിൽ നിന്ന് ചോദിച്ചറിയാനുണ്ട്. കാരണം ഇയാൾ ഒരു സ്ഥിരം കുറ്റവാളിയായ ഒരു വ്യക്തി എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ സംഭവത്തിന് ശേഷമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇദ്ദേഹത്തിന്റെ ഭാര്യയെ മൃഗീയമായി ആക്രമിച്ച് അബോധാവസ്ഥയിലെത്തിച്ച് ഇപ്പോഴും ആ ഒരു അവസ്ഥയിൽ നിന്ന് മുക്തി നേടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരും ഇപ്പോൾ ഈ പരാതിയുമായി രംഗത്ത് എത്തിയ ഒരു പശ്ചാത്തലമുണ്ട്. ഒപ്പം നിരവധി മരണങ്ങൾ, അസ്വാഭാവിക മരണങ്ങൾ, ഈ പറയുന്ന ആദ്യ ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഉൾപ്പെടെയുള്ള സഹോദരന്റെ ഉൾപ്പെടെയുള്ള മരണങ്ങൾ, അതൊക്കെ പോലീസ് ഇപ്പോൾ ഇന്ന് ചോദിച്ചറിയാനുണ്ട്. എന്തായാലും ഈ പറയുന്ന കസ്റ്റഡി അപേക്ഷയിൽ ഇതെല്ലാം ചോദിച്ചറിയുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇന്ന് ഈ പറയുന്ന 2 പേരെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നത്. ഇത് ചോദ്യം ചെയ്യുന്നതിലൂടെ ഏറെക്കുറെ ചുരുളഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നെടുമങ്ങാട് പോലീസ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ മൃഗീയമായ ഒരു പീഡനത്തിനായിരുന്നു ആ 2 വയസ്സുകാരൻ 1.5 വയസ്സുകാരൻ ഇരയായത്. അതിലൊക്കെ അമ്മ പങ്കാളിയായിരുന്നു എന്നുള്ളത് ഈ പറയുന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഈ കുട്ടിയുടെ അച്ഛന്റെ മാതാപിതാക്കൾ ഈ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. ഒപ്പം ഈ പ്രതിയായ അഖിലയുടെ അമ്മയും ഈ പറയുന്ന ആരോപണങ്ങൾ അഖിലയ്ക്ക് നേരെ ഉന്നയിച്ചിരുന്നു. കുട്ടിയെ അടിക്കാറൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു. എന്തായാലും എന്താണ് സംഭവിച്ചതെന്നുള്ളതും ഒപ്പം ഇതിൽ അമ്മ അഖിലയുടെ പങ്ക് എന്താണെന്നും ഒപ്പം ഈ പറയുന്ന മുഖ്യപ്രതിയായ അഷ്കറിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ അദ്ദേഹം നേരത്തെ ചെയ്തിട്ടുള്ള കൃത്യങ്ങൾ ഒക്കെയും പോലീസ് ചോദിച്ചറിയും. അതിനുശേഷമായിരിക്കും കോടതിയിൽ കൈമാറുക. തീർച്ചയായും അതാണ് നേരത്തെ അഷ്കറിനെതിരെ ഇപ്പോൾ ഈ സംഭവത്തിന് കുഞ്ഞിന്റെ മരണത്തിന് പിന്നാലെയാണ് മറ്റു ചില ആരോപണങ്ങൾ കൂടി ഉയർന്നു വരുന്നത്. ഇയാളുടെ ആദ്യ ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ച കേസ് അവരിപ്പോഴും ഒരു ഗുരുതരമായ, അവരുടെ ആരോഗ്യനില ഏറെ ഗുരുതരമാണ്. അതോടൊപ്പം 2ാമത്തെ ഭാര്യയുടെ ആത്മഹത്യ, അതിന് പിന്നാലെയാണ് ആദ്യ ഭാര്യയുടെ സഹോദരൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ആരോപണവും ഇയാൾക്കെതിരെ ഉയർന്നു വന്നത്. സ്വാഭാവികമായി ഇതൊക്കെ ഈ പഴയ കേസുകളൊക്കെ പോലീസ് ഇതിനോടൊപ്പം വിശദമായി പരിശോധിക്കുന്നുണ്ടോ? തീർച്ചയായും ടോം, അങ്ങനെ തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാൾക്ക് നേരെ ഉയർന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങൾക്കും ഒരു ഉത്തരം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് പോലീസ് സ്വമേധ ഈ ഒരു കേസുമായി മുന്നോട്ട് പോകുന്നത്. ഒപ്പം പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച് ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ ആക്രമണത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നേരിടുന്ന സാഹചര്യം, ആ ഭാര്യയുടെ അമ്മ ഉന്നയിച്ച മകന്റെ മരണത്തിലുള്ള സംശയം, ഇതൊക്കെ പോലീസ് ഗൗരവമായി തന്നെ അന്വേഷിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊക്കെ ഉപരി ഇയാൾക്കുണ്ടായ മറ്റ് ഇടപാടുകൾ, ഇയാൾ ലഹരിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇടപെടലുകളുണ്ടോ അതും പോലീസ് ഗൗരവമായി നോക്കുന്നു. എന്തായാലും ഗൗരവമായ ഒരു അന്വേഷണത്തിൽ തന്നെയായിരിക്കും ഇനി വരും മണിക്കൂറുകൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമുക്ക് നെടുമങ്ങാട് പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ചില ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകും. എന്തൊക്കെ ഉത്തരം നൽകിയാലും ആ മകന് നേരിട്ട ഒരു പീഡനത്തിന് മുന്നിലുള്ള ഉത്തരം ഇപ്പോഴും ഒരു മനസ്സാക്ഷി ഞെട്ടിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് മാത്രം നമുക്കിവിടെ പങ്കുവയ്ക്കാം.
യെസ്, അതോടൊപ്പം ഇനി ഈ കുഞ്ഞിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെളിവുകൾ പോലീസിന് ഈ കേസുമായി ബന്ധപ്പെട്ട് ശേഖരിക്കേണ്ടതുണ്ടോ? തീർച്ചയായും ടോം, നിരവധി തെളിവുകൾ ഇനിയും ശേഖരിക്കാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ ആ മകനെ കാണുമ്പോൾ ഇരു കൈകളും പ്ലാസ്റ്റർ ഇട്ട ഒരു അവസ്ഥയിൽ നമ്മൾ കാണുന്ന ഒരു ചിത്രമുണ്ട്. അത് അന്നൊക്കെ ഈ പറഞ്ഞിരുന്നത് ഈ കുട്ടിയുടെ അമ്മ ഉൾപ്പെടെ നാട്ടുകാരെ വിശ്വസിപ്പിച്ചിരുന്നതൊക്കെ ബ്രേക്ക് വേണ്ട, അപ്പം ബ്രേക്ക്. യെസ്, ഇടവേള. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.